ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ആരോഗ്യമേഖല മെച്ചപ്പെടുത്താൻ വിവിധ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സമഗ്ര സമീപനമാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രശസ്ത യുനാനി ചികിത്സകനായ ഹക്കീം അജ്മൽ ഖാന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അനുസ്മരിച്ചു. നിർമ്മിത ബുദ്ധിക്ക് അപാരമായ സാധ്യതകളാണുള്ളതെന്നും സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിച്ച് പൗരകേന്ദ്രീകൃതമാക്കി മാറ്റണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം AI ആക്ഷൻ ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നാളെ US-ലേക്ക് യാത്ര തിരിക്കും. പരീക്ഷകളെ നേരിടുന്ന കുട്ടികളുടെ മാനസികാരോഗ്യവും ക്ഷേമവും എന്ന വിഷയത്തിൽ പരീക്ഷാ പേ ചർച്ചയിൽ പ്രത്യേകമായ ഒരു എപ്പിസോഡ് തന്നെയുണ്ടെന്ന് പ്രധാനമന്ത്രി. പ്രശസ്ത സിനിമാ താരം ദീപിക പദുക്കോൺ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. എപ്പിസോഡ് നാളെ സംപ്രേഷണം ചെയ്യും. ജമ്മു കാശ്മീരിലെ അഖ്നൂർ മേഖലയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 ജവാന്മാർക്ക് വീരമൃത്യു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം സംബന്ധിച്ച് നാളെ വനം വകുപ്പ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളുടെ ആശങ്കകളോടും പ്രതിഷേധങ്ങളോടും അനുഭാവപൂർവമായ നിലപാടാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ വയനാട് നൂൽപ്പുഴയിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. വിവിധ സംഘടനകൾ വയനാട്ടിൽ നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹർത്താലുമായി സഹകരിക്കുന്നില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ ഇന്നും തുടർന്നു. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ സഭയിൽ മറുപടി നൽകും. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ഇന്ന് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്തു. ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് സഭയിൽ വ്യക്തമാക്കി. ലഹരി സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സ്കൂൾ കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് SCERT പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരിഹാര നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മുഹമ്മദ് മുഹ്സിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്താൻ മിഷൻ ഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. CR മഹേഷിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ പകൽ ജോലി സമയം മെയ് 10 വരെ പുനഃക്രമീകരിച്ചു. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയത്തിൽ 8 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 3 മണി വരെ വിശ്രമവേളയായിരിക്കും. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 6 മെഡലുകൾ. പുരുഷന്മാരുടെ ഫാസ്റ്റ് 5 നെറ്റ്ബോൾ മത്സരത്തിൽ കേരള ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി. നേരത്തെ 2 വെള്ളിയും 3 വെങ്കലവും കേരളം നേടിയിരുന്നു. പോയിന്റ് പട്ടികയിൽ സർവീസസ് ആണ് ഒന്നാമത്. കേരളം നിലവിൽ 9ാം സ്ഥാനത്താണ്. ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കിയിരുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിലെ കണ്ടഞ്ചിറ എണ്ണപ്പന എസ്റ്റേറ്റിൽ വൻ അഗ്നിബാധ. 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നതാണ് പ്രധാന വെല്ലുവിളി. കുംഭമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. നാളെ മുതൽ ദർശനത്തിന് അവസരമുണ്ടെങ്കിലും പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. 13 മുതൽ 17 വരെ പൂജകളും അഭിഷേകവും നടക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ച പങ്കാളിത്തം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. എയ്റോ ഇന്ത്യ പ്രദർശനത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദം, സൈബർ കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികൾ അതിർത്തികൾക്കതീതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ പലാവാൻ പ്രവിശ്യയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 5 പേർ മരിച്ചു. 2000-ലധികം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഷിയർ ലൈൻ എന്ന കാലാവസ്ഥാ പ്രതിഭാസത്തെ തുടർന്നാണ് പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.